ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്പ്ലിറ്റ് എൻഡ്സിനെ പറ്റിയാണ്. നമ്മുടെ തലമുടിയുടെ അറ്റം പൊട്ടിപ്പോത്തില്ലയോ, അപ്പോൾ അതിൻ്റെ കാരണങ്ങളും നമുക്ക് അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ തലമുടി മുഴുവനും ഈ തലമുടിയുടെ അറ്റം മുഴുവൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം ഈ തലമുടി എന്താണെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സ്പ്ലിറ്റ് എൻഡ്സ് മുഴുവൻ മോളി കയറിപ്പോവും. പിന്നെ നമ്മൾ ലാസ്റ്റിൽ അത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ തലമുടി മുഴുവനും കേടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ 3 മാസത്തെ ഒരിക്കലെങ്കിലും നമ്മുടെ തലമുടി നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് എൻഡ്സ് എവിടെ മോളിൽ നന്നായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ഒരു ഹെയർ കട്ടിങ് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന പല കാരണമാണ്. ഒന്നെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും കഴിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വീക്കായി പോകും, അതിനാവശ്യമുള്ള ന്യൂട്രിയൻ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിട്ട് ബാലൻസ്ഡ് ആയ ഒരു ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. നല്ല ആഹാരം വേണം കഴിക്കാൻ. പറഞ്ഞാൽ നമ്മൾ ഈ റിഫൈൻഡ് ആയ ഐറ്റംസൊക്കെ മാറ്റി നല്ല ന്യൂട്രിയൻ വാല്യൂ ഉള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുക. മുളപ്പിച്ച പയർ, ചെറുപയർ, കടല, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സലാഡ്, പിന്നെ ഈ റാഗി, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തലമുടിയിൽ വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഹെൽത്തി വരുന്ന പല പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇലക്കറികളും കൂട്ടി കൂടുതൽ കഴിക്കാൻ വേണ്ടി നോക്കാൻ നല്ലതായിരിക്കും. പ്രോട്ടീൻ റിച്ച് ആയ മുട്ട, പിന്നെ പാലൊക്കെ, നമ്മുടെ സ്പിനാച്ച്, അതൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ വെള്ളം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളവും നമ്മൾ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ തലമുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ആ രീതിയിൽ 3 മാസത്തെ ഒരിക്കലെങ്കിലും നമ്മൾ ഹെയർ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ആ സ്പ്ലിറ്റ് എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും, വേറെ പ്രശ്നമൊന്നും വരില്ല. കിടക്കുന്ന മുന്നേ തലമുടി നന്നായിട്ട് മോളി കെട്ടിയിട്ട് വേണം കിടക്കാൻ നല്ലത്. പിന്നെ പില്ലോ കവർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല സിൽക്കായ ഒരു പില്ലോ കവർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നോക്കാം ഈ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനുള്ള ഒരു റെമഡി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പ്ലിറ്റ് എൻഡ് ചിലപ്പോൾ നമ്മുടെ തലമുടി ഭയങ്കര ഡ്രൈ ആണെങ്കിലും ഡാമേജ് ആണെങ്കിലും സ്പ്ലിറ്റ് എൻഡ്സ് വരും. കെമിക്കൽ കാരണം വരും, കൂടുതലായി ഷാമ്പു യൂസ് ചെയ്താലും വരും, അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് സ്റ്റൈലിങ് ചെയ്യുവാണെങ്കിൽ വരും, സ്ട്രെയിറ്റനിങ് ചെയ്യുവാണെങ്കിൽ വരും. അപ്പം ഞാൻ ഈ തേങ്ങ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ക്രഷ് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒരു അരിപ്പ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം, തേങ്ങയുടെ ആ പാല് മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് നമ്മുടെ തലമുടിയിലും തലയോട്ടിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം വെള്ളത്തിൽ. ഷാമ്പൂ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ 2, 3 അല്ലെങ്കിൽ 4 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും. തലമുടി നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല സോഫ്റ്റ് ആവും, നല്ല സിൽക്കി, നല്ല സ്മൂത്ത് ആവും, നന്നായിട്ട് ഹെയർ ഗ്രോത്തും വരും. അപ്പോൾ തലമുടി നന്നായിട്ട് വളരുകയും ചെയ്യും, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് വന്ന തലമുടി നമ്മളൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.